തദ്ദേശ തെരഞ്ഞെടുപ്പ് UDFിനെ സമ്മർദ്ദത്തിലാക്കാൻ PV അൻവർ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച PV അൻവർ നിലമ്പൂർ നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലുമാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. നിലമ്പൂർ നഗരസഭയിൽ 3ഉം ചുങ്കത്തറ, എടക്കര, വഴിക്കടവ്, മുത്തേടം പഞ്ചായത്തുകളിൽ ഓരോ സീറ്റിലേക്കുമാണ് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. കൊച്ചി കോർപ്പറേഷൻ 3-ാം ഡിവിഷനിൽ സോഫിയ ഷെരീഫിനെയും കളമശ്ശേരി നഗരസഭയിൽ 15-ാം വാർഡിൽ KM അനിയെയും സ്ഥാനാർത്ഥികളായി തൃണമൂൽ കോൺഗ്രസ് പുറത്തിറക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് UDFിനെ സമ്മർദ്ദത്തിലാക്കുകയാണ് PV അൻവറിന്റെ ലക്ഷ്യം. വിജയസാധ്യതകളെ ബാധിക്കുമെന്ന സ്ഥിതി വന്നാൽ UDF അനുനയത്തിനെത്തുമെന്നാണ് അൻവറിന്റെ പ്രതീക്ഷ. പിന്നാലെ UDF പ്രവേശനമാണ് അൻവർ ലക്ഷ്യമിടുന്നത്. അത് നടന്നില്ലെങ്കിൽ സംസ്ഥാനത്താകെ പരമാവധി സീറ്റുകളിൽ മത്സരിക്കുകയും UDFിനെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുക എന്നതാണ് PV അൻവറിന്റെ തന്ത്രം. അതുവഴി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് UDFിൽ കയറിക്കൂടാമെന്നാണ് PV അൻവറിന്റെ കണക്കുകൂട്ടൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികൾക്കൊപ്പം തൃണമൂൽ സ്ഥാനാർത്ഥികളും രംഗത്തെത്തുന്നത് മുന്നണികൾക്ക് പുതിയ തലവേദന സൃഷ്ടിക്കും. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ച PV അൻവർ 20,000-ഓളം വോട്ടുകൾ നേടിയതും നഗരസഭയിൽ ഒറ്റയ്ക്ക് 2,000-ഓളം വോട്ടുകൾ നേടിയതുമാണ് മുന്നണികളെ ആശങ്കയിലാക്കുന്നത്. 2020-ൽ അൻവറിന്റെ നേതൃത്വത്തിൽ രൂപം നൽകിയ വികസന മുന്നണിയായിരുന്നു നിലമ്പൂരിൽ 20 വർഷത്തെ UDF ഭരണം അവസാനിപ്പിച്ച് LDFിനെ അധികാരത്തിലെത്തിച്ചത്. അതിനാൽ തന്നെ ഈ തവണ LDFിന്റെ തുടർഭരണം തടയുക എന്നതാണ് അൻവറിന്റെ പ്രധാന ലക്ഷ്യം. താൻ MLA ആയിരിക്കുമ്പോൾ LDF ഭരണം നേടിയ അമരമ്പലം, പോത്തുകല്ല് പ്രദേശങ്ങളിലെയും ഭരണം അവസാനിപ്പിക്കാനാണ് അൻവറിന്റെ ശ്രമം. കോൺഗ്രസിലെയും CPMലെയും അതൃപ്തരെയും സീറ്റ് ലഭിക്കാത്ത ചെറുപാർട്ടികളെയും പിന്തുണയ്ക്കാൻ തൃണമൂൽ കോൺഗ്രസ് തയ്യാറായിരിക്കുകയാണ്. അതേസമയം 2 ആഴ്ചകൾക്കു മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് PV അൻവർ അറിയിച്ചിരുന്നു. UDFുമായി ഇതുവരെ ചർച്ചകൾ നടത്തിയിട്ടില്ലെന്നും അൻവർ പറഞ്ഞു. തുടർന്ന് മുഖ്യമന്ത്രിക്ക് നേരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു.